പൊടിപ്പിള്ളാരല്ലാതെ വേറൊന്നും മോഷ്ടിക്കാൻ കാണുന്നില്ലല്ലോ. ഓ, എന്നെ കൊണ്ടൊന്നും പറയിപ്പിക്കണ്ട. നീ ഫുഡ് ഏരിയയിൽ മാത്രം ചുറ്റിപ്പറ്റി നിന്നാ എങ്ങനെ കാണുക? ഓ എന്റെ ഈശ്വരാ, ഇങ്ങനെ ഒരു തീറ്റപ്രാന്തനല്ലേ ഞാൻ കൂടെ കൂട്ടിയേ. തിന്നാ 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 ഇതെന്നെ വിചാരമുള്ളൂ. ബോസ്, ഞാൻ കഴിക്കുന്നതിന്റെ നമ്മുടെ ലക്ഷ്യവും ശ്രദ്ധിക്കുന്നുണ്ട്. ആ പിന്നെ ബോസ്, ഇവിടെ ഒരു പീക്കിരിക്കുട്ടിയില്ലേ, അതിനെ ഒന്ന് ശ്രദ്ധിക്കണം. ഏത് പീക്കിരി? അതിന് ഇവിടെ മൊത്തം പീക്കിരി തന്നെയല്ലേ. അതിന്റെ പേരിപ്പെന്താ? എന്തോ ഒരു പാറയോ കല്ലോ. ആ, പാറു. ഒരു ചോപ്പുടുപ്പിട്ട അവക്ക് എന്തൊക്കെയോ സംശയങ്ങളുണ്ട്. ഓ പിന്നെ അവക്കോ? നിനക്ക് തോന്നുന്നതായിരിക്കും ചോട്ടു. കാരണം ഇവിടെ വലിയവർക്ക് പോലും സംശയമില്ല. അപ്പയാ പീക്കിരിക്കുട്ടിക്ക്. ആ, അതും ശരിയാ. എന്നാലും ബോസ് ഒന്ന് ശ്രദ്ധിക്കുന്നതല്ല. ബോസ്, ആ പാറുക്കുട്ടി വരുന്നുണ്ട്. ചോട്ടു, ഞങ്ങളെ കൂടെ കളിക്കാൻ വരുമോ? ഞാനും പാത്തും ചിന്നൊക്കെ ഉണ്ട്. കളിക്കാനോ? ഞാനോ? അതൊന്നും നടക്കത്തില്ല. ഞാൻ ചെറിയ കുട്ടിയൊന്നല്ല. ഓ പിന്നെ ചെറിയ കുട്ടിക്ക് മാത്രമേ കളിക്കാൻ പറ്റുള്ളൂ. മോൾ പൊക്കോ, അവൻ വരും. വേഗം വരാൻ പറയണേ. ആ ശരി. പാത്തു വാ, നമുക്ക് ചിന്നനെ വിളിക്കാം. ബോസ് എന്ത് പണിയായി കാണിച്ചേ? ഞാനൊന്നും പോകത്തില്ല. ബോസ് തന്നെ പൊക്കോ. ആ പൊടിപ്പിള്ളാരെ കൂടെ ഞാൻ കളിക്കാനോ? ചോട്ടു, ഇതിലും ചെറിയ പിള്ളേർ കൂടെ നീ കളിക്കുന്നതല്ലേ. എന്തൊക്കെ പറഞ്ഞാലും ഞാൻ പോകത്തില്ല. നീ പോയേ പറ്റൂ. അവര് കുറെ വിളിക്കുമ്പോ എല്ലാരും നമ്മളെ ശ്രദ്ധിക്കും. അങ്ങനെ ആയാൽ നമ്മളെ പിടിക്കപ്പെടും. അയ്യോ, എന്നാ ബോസും വാ. അയ്യേ, ഞാനൊന്നുമില്ല. ആ പാർക്കുട്ടിയുടെ കഴുത്തിൽ നല്ലൊരു മാലയുണ്ട്. നിങ്ങൾ കളിക്കുന്നതിനിടെ എനിക്ക് എങ്ങനെങ്കിലും അത് തട്ടിയെടുക്കണം. ആഹാ, ബോസിന്റെ ബുദ്ധി അപാരം തന്നെ. ആരാ ബോസിന് ബുദ്ധിയില്ലാന്ന് പറഞ്ഞേ? നീ തന്നെ ആയിരിക്കും, അല്ലാതെ ആര് പറയാനാ. ദേ, അവര് നിന്നെ വെയിറ്റ് ചെയ്യാ. അങ്ങോട്ട് ചെല്ലേ. ശരി ബോസ്. ഷോ, അവൻ കൊളാക്കാതിരുന്നാ മതിയേനി. സച്ചി, என்ன விலையழகே, என்ன விலையழகே, சொன்ன விலைக்கு வாங்க வருவே, விலையுயிரென்றாலும் தருவே, இந்த அழகை கண்டு வியந்து போகிறே. ഡാ ക്രിസ്റ്റി, ഞാൻ അപ്പോഴേ നിന്നോട് പറഞ്ഞതല്ലേ നമുക്ക് ഇവിടുന്ന് പോവാന്നേ. ഇനിയിപ്പോ അവൻ്റെത് കിട്ടുന്നൊക്കെ മേടിച്ചോ. നീ എന്തിനാ അവനെ ഇങ്ങനെ പേടിക്കുന്നേ? അവൻ നമ്മളെ ഒന്നും ചെയ്യില്ല. എന്നാലും അവൻ അമേരിക്കയിൽ നീ എപ്പോ ലാൻഡ് ചെയ്തു? സച്ചി, നീ എപ്പോഴാ അമേരിക്കയിൽ നിന്ന് വന്നത്? അതൊക്കെ ഞാൻ പിന്നെ പറയാം. അല്ല, ഇവിടെ എന്താ പ്രശ്നം? നീ എന്തിനാ അവണി കരഞ്ഞേ? കരയാനോ? ഞാനോ? ഈ സച്ചിയുടെ ഒരു കാര്യം, ഞാൻ ഇപ്പോ കരയാണോ? ഇപ്പോഴില്ല, ഞാൻ വരുമ്പോ നീ കരയുന്നതാ കണ്ടത്. എന്താ കാര്യം? ഒന്നുമില്ല സച്ചി. എന്താ ഇവിടെ പ്രശ്നം? പറ. ഇവിടെ ഒരു പ്രശ്നമില്ല, നമുക്ക് പോവാം. നീ പറയില്ലെന്ന് എനിക്കറിയാം. ദേവു, ദേവു, നീ പറ, ഇവിടെ എന്താ പ്രശ്നം? അത് പിന്നെ സച്ചിയേട്ടാ, ഇവിടെ ഒരു പ്രശ്നമില്ല. ദേവു, എന്നെ ദേഷ്യം പിടിപ്പിക്കല്ലേ. കാര്യം വേഗം പറ. ഞാൻ പറഞ്ഞാ മതിയോ? ക്രിസ്റ്റി, വാ പോവാ. വെറുതെ പ്രശ്നം ഉണ്ടാക്കാൻ നിൽക്കേണ്ട. നീ എന്തിനാടാ പേടിക്കുന്നേ? ഞാനില്ലേ കൂടെ. അല്ല സച്ചി, നീ എപ്പോഴാ അമേരിക്കയിൽ നിന്ന് ലാൻഡ് ചെയ്തേ? അവനിപ്പോ ഫ്ലൈറ്റിൽ നിന്നും ഇവിടേക്ക് ചാടിയതാ, നിന്നെ അവനിന്റെ അടുത്ത് കണ്ടിട്ട്. അല്ലടാ സച്ചി? ഓ, ആവശ്യമില്ലാത്തടത്തൊക്കെ ചളി അടിച്ച് വരരുതെന്ന് ഞാൻ നിന്നോട് പല തവണ പറഞ്ഞിട്ടുണ്ട്. ഓ, നമ്മൾ മിണ്ടുന്നില്ലേ? നിങ്ങൾ കണ്ടിന്യൂ ചെയ്തോളൂ. അപ്പൊ ക്രിസ്റ്റി, നമ്മളെവിടെ പറഞ്ഞു നിർത്തിയേ? ആ, അമേരിക്കയിൽ പോയ കാര്യമല്ലേ? ആരാ അമേരിക്കയിൽ പോയേ? ഞാനൊന്നും പോയിട്ടില്ല. അമേരിക്കയിൽ പോയിട്ടില്ലാന്നോ? അപ്പോ എല്ലാരും പറഞ്ഞതോ? ആവണി, ഒന്ന് വെയിറ്റ് ചെയ്യ്, എല്ലാം ഞാൻ പറഞ്ഞു തരാം. നീ തോക്കിൽ കയറി വെടിവെക്കല്ലേ. നീ അമേരിക്കയിൽ പോയിട്ടില്ലെങ്കിൽ ഇത്ര ദിവസം നീ എവിടെ ആയിരുന്നു? എനിക്കറിയാം, ഞാൻ അമേരിക്കയിൽ പോയാ നീ എന്റെ പെണ്ണിന്റെ പിന്നാലെ ഉണ്ടാകുമെന്ന്. അതുകൊണ്ട് എല്ലാവരോടും ഞാൻ പറയിപ്പിച്ചതാ ഞാൻ അമേരിക്കയിൽ പോയെന്ന കാര്യം. ക്രിസ്റ്റി, വാ പോവാ. ഇനി അധികം പറയാൻ നിൽക്കേണ്ട. എടാ പേടിത്തൊണ്ടൻ, നമുക്ക് വല്ലതും സംസാരിച്ചിരിക്കുക. അത് അവര് പറഞ്ഞു തീർത്തോട്ടെ. നീ ഇപ്പോ എന്താ പറഞ്ഞേ? നിന്റെ പെണ്ണോ? പണ്ട് മുതലേ ആവണി എനിക്ക് ഇഷ്ടമാ എന്നുള്ള കാര്യം നിനക്കറിയാവുന്നതല്ലേ. ആവണി എന്റെ മാത്ര. എടാ ഉസ്മാനെ, ക്രിസ്റ്റി ഇന്ന് നിന്നെ വെട്ടിച്ചു കളഞ്ഞു. നിന്നെക്കാളും വലിയ കോമഡി അവൻ. കണ്ടോ, എന്നെ എവിടെയും കോമഡി പറയാൻ സമ്മതിക്കാത്തത് കൊണ്ടാ എല്ലാവരും എന്റെ മുകളിൽ എത്തുന്നേ. ഈ പ്രശ്നം ഒന്ന് കഴിഞ്ഞോട്ടെ, നിന്നെ ശരിക്കും കണ്ടോളാം. അപ്പൊ ക്രിസ്റ്റി, നീ എന്താ പറഞ്ഞേ? ആവണി നിന്റെ പെണ്ണാണെന്നോ? അവള് ചെറുപ്പം മുതലേ സ്നേഹിച്ചത് എന്നെയാ. അതിവിടെ എല്ലാവർക്കും അറിയാവുന്ന കാര്യ. സച്ചി, മതിയോ, നമുക്ക് പോവാം. വെറുതെ പ്രശ്നത്തിനായി നിൽക്കേണ്ട, എല്ലാവരും അറിയും. അത് മാത്രല്ല, ഇപ്പൊ നല്ലൊരു പരിപാടി നടക്കുകയല്ലേ, നമ്മൾ കാരണം ആ പരിപാടി കൊളാക്കണ്ട. ആവണി, ദേവു, നിങ്ങള് ഉസ്മാന്റെ കൂടെ പോയിക്കോ. ഇത് ഞാൻ ഡീൽ ചെയ്തോളാം. വേണ്ട സച്ചി, നമുക്ക് പോവാം. പറയുന്നതൊന്ന് കേക്ക്. ഞാൻ പോവില്ല. കുറെ കാലായി ഒരു അടിയൊക്കെ കണ്ടിട്ട്. അപ്പൊ ക്രിസ്റ്റി, നിനക്കറിയാവുന്ന ഒരു കാര്യം, നീ അറിയില്ല എന്ന് നടിക്കുന്ന ഒരു കാര്യം പറയട്ടെ? ഇവനിപ്പോ എന്താ പറയുന്നേ? ഒന്നും മനസ്സിലാവുന്നില്ലല്ലോ.
അത് മനസ്സിലാവേണ്ടവർക്ക് മനസ്സിലായിട്ടുണ്ട്. ഇനി ആവണിയുടെ പിറകെ നീ നടക്കുന്നുണ്ടെന്ന് അറിഞ്ഞാൽ സച്ചിയുടെ വേറൊരു മുഖം നീ കാണേണ്ടി വരും. ഓഹോ, അയ്യോ, ഞാൻ പേടിച്ചു പോയല്ലോ. ഇപ്പൊ ആവണിക്ക് എന്നെ ഇഷ്ടം കാണത്തില്ല, പക്ഷേ ആ ഇഷ്ടം ഞാൻ നേടിയെടുക്കും. നിന്നെ ആവണി വെറുക്കുകയും ചെയ്യും. ഓഹോ, വെല്ലുവിളിയാണോ? അതും ഈ സച്ചിയോട്? ഒരു പരിപാടി നടക്കുക ഇപ്പോ, അല്ലെങ്കിൽ നിന്നെ ഞാൻ അല്ലെങ്കിൽ നീ എന്നെ എന്നാ ചെയ്യും? ജയ്സ, നീ ക്രിസ്ത്യൻ കൊണ്ട് ഇവിടുന്ന് പോക്കോ. എങ്ങോട്ട് പോവാൻ? ഞങ്ങളെയും പരിപാടിക്ക് ക്ഷണിച്ചതാണ്, വെറുതെ വലിഞ്ഞു കയറി വന്നതൊന്നുമല്ല. ദേവു, ആവണി വാ. ഉസ്മാനെ വാടാ, നമുക്ക് പോവാം. എന്താ ആവണി, നിന്റെ മുഖം കടുന്നൽ കുത്തിയ പോലെ? നീ എന്നോട് മിണ്ടാൻ വരണ്ട, ഞാൻ ഇനി നിന്നോട് മിണ്ടത്തില്ല. ഇത്രയും ദിവസം എന്നെ പറ്റിക്കുകയായിരുന്നില്ലേ? അത് പിന്നെ ആവണി, നിനക്കൊരു സർപ്രൈസ് ആയിക്കോട്ടെ എന്ന് കരുതി. നിനക്കിപ്പോഴും എല്ലാം തമാശയാ. വാ ദേവു, നമുക്ക് പോവാം. ഹായ്, ശരി, ഇപ്പൊ ഞാനും സച്ചി ആരായി? ആവണേച്ചി പിണങ്ങല്ലേ, അതൊരു തമാശക്ക് ചെയ്തതല്ലേ. ഇതാണ് തമാശ. നീ വരുന്നുണ്ടെങ്കിൽ വാ, ഞാൻ പോവാ. ബെസ്റ്റ്. ഡാ ഉസ്മാനെ, അവര് പോയി, ഒന്നും വേണ്ടിയിരുന്നില്ല. എന്നാലും ജൂഹി എന്തിനായിരിക്കും നന്ദനെ വിളിച്ചേ? എന്തെങ്കിലും ആവട്ടെ. അല്ല, ചേച്ചിയും ദേവത ഇവിടെ പോയി കിടക്കുന്നേ. അവരെ കണ്ടില്ലെങ്കിൽ എല്ലാരും അന്വേഷിക്കാൻ തുടങ്ങും. ഈശ്വര, വേഗം ഒന്ന് വന്നാ മതിയായിരുന്നേ. തുമ്പി, ആവണേച്ചും ദേവും വന്നോ? ഇല്ല. അതിന് നീ എന്തിനാ എന്നോട് ദേഷ്യം പിടിക്കുന്നേ? ഞാൻ ദേഷ്യമൊന്നും പിടിച്ചില്ലല്ലോ. ഇല്ല എന്നല്ലേ പറഞ്ഞേ? ഇപ്പഴ് പറഞ്ഞിട്ടേ ഉള്ളൂ. ആവണയും ദേവും ദാ വരുന്നു. അല്ല, സച്ചി ഉസ്മാൻ എന്തേ? ചേച്ചി, നിങ്ങൾ ഇത്ര ടൈം എവിടെയായിരുന്നേ? പറ, എവിടെയായിരുന്നു നിങ്ങള്? ഞാൻ എത്ര വിഷമിച്ചെന്നോ? ഒന്നും പറയണ്ട തുമ്പി, ഞങ്ങള് വരുന്ന വഴിക്ക് ആ ക്രിസ്റ്റിയും ജെയ്സണും ഞങ്ങളെ തടഞ്ഞു. എന്നിട്ട്? ഞാനൊന്ന് പറയട്ടെ, വേഗം പറ. കൃത്യസമയത്താ സച്ചി ഉസ്മാനും വന്നേ. സച്ചിയേട്ടന്റെ അടുത്തുനിന്ന് അവന് നല്ലോണം കിട്ടിയിട്ടുണ്ട്. ഷോ, എനിക്ക് കാണാൻ കഴിഞ്ഞില്ലല്ലോ. എനിക്കും കൂടെ വന്നാ മതിയായിരുന്നു നിങ്ങളുടെ കൂടെ. എന്നിട്ട് സച്ചി ഉസ്മാൻ എന്തേ? അല്ല, ആവണേച്ച് എന്തിനാ ദേഷ്യം പിടിച്ചു നിൽക്കുന്നേ? അതെ, സച്ചിയേട്ടൻ അമേരിക്കയിൽ പോയി എന്ന് പറഞ്ഞ് നമ്മളെല്ലാരും പറ്റിച്ചില്ലേ, അതിന്റെ ദേഷ്യ. ബെസ്റ്റി, ഇപ്പൊ സച്ചിയേട്ടൻ തിരിച്ചു വന്നതിലാണോ ചേച്ചിക്ക് വിഷമം? അതൊന്നും നിങ്ങളോട് പറഞ്ഞാ മനസ്സിലാവില്ല. ചേച്ചി പോയി. ഉസ്മാനും സച്ചിയല്ല വരുന്നേ. ഉസ്മാനെ, നടന്നതെല്ലാം ആരും അറിയണ്ട, കേട്ടല്ലോ? ഓക്കേ അളിയാ. അല്ല, പരിപാടി തുടങ്ങിയോ? ഇല്ല, 12 മണി ആവാ മതി. അതല്ലേ നമ്മളെല്ലാവരും ഇവിടെ നിക്കാന്ന് വിചാരിച്ചേ. എന്നാ നമുക്ക് അകത്തേക്ക് ചെല്ലാം. വാടാ. ഡാ, ആരെയും കാണുന്നില്ലല്ലോ. ഇനി ചിലപ്പോ അവിടെ നടന്നതെല്ലാം അവർ പറഞ്ഞിട്ടുണ്ടാവോ? നീ എന്തിനാ ഇങ്ങനെ പേടിക്കുന്നേ? അവരൊന്നും പറഞ്ഞിട്ടുണ്ടാവില്ല. വാ, നമുക്ക് അകത്തേക്ക് കയറാം. ഞങ്ങൾ ഇവിടൊക്കെ തന്നെ ഉണ്ടായിരുന്നല്ലോ. നീ ഞങ്ങളെ ശ്രദ്ധിച്ചിട്ടുണ്ടാവില്ല, അതാ. പാർക്കുട്ടി, ഞങ്ങൾ കാണാതെ വിഷമിച്ചോ? വിഷമോ? എനിക്കോ? നിങ്ങളെ വന്നില്ലേ, ഇതുവരെ ഞാൻ ഹാപ്പി ആയിരുന്നേ. ബെസ്റ്റ്. ആവണി, നീ എന്തിനാ എന്നോട് ഇങ്ങനെയൊക്കെ ബിഹേവ് ചെയ്യുന്നേ? എനിക്ക് ദേഷ്യം വരുന്നുണ്ടേ. തനിക്ക് മാത്രമുള്ള ദേഷ്യം വാശിയൊക്കെ എന്ന് കരുതിയോ? അല്ല, നിങ്ങൾ രണ്ടുപേരും ഇവിടെ നിൽക്കുകയാണോ? അവിടെ കേക്ക് കട്ട് ചെയ്യാനായിട്ടുണ്ട്. നിങ്ങൾ വരാൻ കാത്തു നിൽക്കുക. ഇതാ വരുന്നു. ബോസ്, കേക്ക് കട്ട് ചെയ്യാനായിന്നാ കേട്ടത്. വേഗം വാ, നമുക്ക് കഴിക്കണ്ടേ? ചോട്ടു, നമ്മൾ എന്തിനാ ഇവിടേക്ക് വന്നത്? കേക്ക് കഴിക്കാൻ ബോസ്. നിനക്ക് എപ്പോഴും തിന്നുന്ന കാര്യം തന്നെ ഉള്ളൂ. നമ്മൾ ഇവിടെ വന്ന ലക്ഷ്യം മറക്കരുത്. നമ്മൾ മോഷ്ടിക്കാനാ ഇവിടെ വന്നേ. അപ്പൊ മോഷ്ടിച്ചു കഴിഞ്ഞാ നമ്മൾ ഇവിടുന്ന് പോവൂലേ? അതോർത്തിട്ട് സങ്കടമാവുന്നു. എന്തൊക്കെ തരം ഫുഡുകളാ ഇവിടെ ഉള്ളേ? അതൊക്കെ കഴിക്കാതെ പോവാന്ന് പറഞ്ഞാ. എന്റെ ഈശ്വരാ, കഴിഞ്ഞ ജന്മത്തിൽ ഞാൻ എന്ത് പാപം ചെയ്തു ആവോ. എടാ മണ്ടൻ ചോട്ടു, ഇന്ന് രാത്രി തന്നെ നമ്മുടെ ലക്ഷ്യം പൂർത്തിയാക്കണം, കേട്ടല്ലോ? അതെങ്ങനെ ബോസ്? അതായത് ഇന്ന് ഇവിടെയുള്ള പകുതി പേരും ഇവിടെ തന്നെ താമസിക്കുന്നേ. ഓഹോ. അപ്പൊ നമുക്ക് അവരുടെ മേലുള്ള സ്വർണ്ണൊക്കെ എടുത്ത് നമുക്ക് കടന്നു കളയാം. ബോസ് തന്നെ പൊക്കോ. അവരുടെ കയ്യിലെങ്ങാനും കിട്ടിയ പഞ്ഞിക്കിടും നമ്മളെ. പ്രത്യേകിച്ച് ആ പാർക്കുട്ടി. അതിനെയൊക്കെ വീട്ടുകാർ എങ്ങനെയാണോ സഹിക്കുന്നേ? നീ ആ ചെറിയ കുഞ്ഞിനെ പേടിച്ചു നിന്നോ. ഒരു കണക്കിന് നോക്കിയാ നിന്നെക്കാളും ബുദ്ധിയും വിവരമൊക്കെ ആ കുട്ടിക്കുണ്ട്. പറയുന്ന കേട്ടാ ബോസ് വലിയ ബുദ്ധിശാലിയാണെന്ന് തോന്നും. അല്ല, നിങ്ങളെന്താ സംസാരിക്കുന്നേ? കേക്ക് കട്ട് ചെയ്യാനായിട്ടുണ്ട്, നിങ്ങൾ വരൂ. അത് പിന്നെ ഞങ്ങൾക്ക് തിരിച്ചു പോകാൻ വണ്ടിയില്ല. ഇനി രാവിലെ ആവാതെ ഇവിടുന്ന് ബസ്സൊന്നും ഉണ്ടാവില്ലല്ലോ. ഞങ്ങൾ എവിടെ നിൽക്കുമെന്ന് ആലോചിക്കായിരുന്നേ. അതാണപ്പോ വലിയ കാര്യം. ഇവിടെ നിന്നോളൂ, ഇന്നെല്ലാവരും ഇവിടെ നിൽക്കല്ലേ. അത് വേണ്ട, നിങ്ങൾക്കൊരു ബുദ്ധിമുട്ടാവില്ലേ? എന്ത് ബുദ്ധിമുട്ട്? ഒരു ബുദ്ധിമുട്ടുമില്ല. ഇന്ന് നിങ്ങളെ ഇവിടെ നിന്നാ മതി. വലിയ ഉപകാരമായി. എങ്ങനെ നന്ദി പറയേണ്ടേ അറിയില്ല. എന്തിനാ അതൊക്കെ പറയുന്നേ? വരൂ, കേക്ക് കട്ട് ചെയ്യാനുള്ള ടൈം ആയിട്ടുണ്ട്. അല്ല, തുമ്പി എവിടെ പോയി? കേക്ക് കട്ട് ചെയ്യാനായി. തുമ്പി അല്ലാതെ ജെയ്സനുമായി എന്തിനാ സംസാരിക്കുന്നേ? നന്ദു, നീ എന്താ നോക്കുന്നേ? തുമ്പിതാ അവിടെ. അവള് കേക്ക് കട്ട് ചെയ്യുന്നേ അറിഞ്ഞിട്ടില്ല തോന്നുന്നു. ഞാൻ വിളിച്ചു കൊണ്ടുവരാം. ഇവനെന്തിനാ തുമ്പി
നടക്കുന്നേ? തുമ്പി നീ നല്ല സ്മാർട്ടാണല്ലോ. ആണോ? ഷോ എനിക്ക് വയ്യ. തുമ്പി, ജയ്സ, അവിടെ പരിപാടി തുടങ്ങാനായി. നിങ്ങൾ രണ്ടാളും എന്താ ഇവിടെ മാറി നിൽക്കുന്നേ? ഓ, ഇവനൊന്നും സംസാരിക്കാനും സമ്മതിക്കില്ല. എന്നാ വാ തുമ്പി, നമുക്ക് അങ്ങോട്ട് പോവാ. ജയ്സ, നീ നടക്ക്, എനിക്ക് തുമ്പിയോട് കുറച്ച് സംസാരിക്കാനുണ്ട്. ഓക്കെ. എന്താ നന്ദു കാര്യം? എനിക്ക് പോണം, വേഗം പറ. നീ എന്തിനാ അവനോട് സംസാരിക്കുന്നേ? അവനോട് സംസാരിക്കുന്നേ എനിക്ക് ഇഷ്ടല്ല.